അപ്പൊ ഈ നമ്മളിപ്പോ ആക്ടിങ്ങില് PhD എടുത്ത ഒരാളെന്ന നിലയിൽ ഇപ്പൊ ഓഡിയൻസിനനുസരിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ആക്ടിങ് ഡിമാൻഡ് ചെയ്യുന്നത് ഓഡിയൻസിനനുസരിച്ച് മാറുന്നു. ഇപ്പൊ നമ്മുടെ പണ്ടത്തെ ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഓഡിയൻസ് ആയിരുന്നു. അപ്പൊ ഈ പഠിക്കുന്ന ഇതിലും അതിന്റെ അനുസരിച്ചിട്ട് നിങ്ങളുടെ സിലബസും മാറാറുണ്ടോ? സിലബസ് മാറുന്നില്ല. സിലബസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു കരിക്കുലം ഉണ്ടാക്കാൻ ഒരു സിലബസ് അത് ചിലപ്പോൾ റിഫൈൻ ചെയ്യും ഓരോ വർഷവും, അല്ലെങ്കിൽ 2 വർഷത്തിലേക്ക് നമ്മളത് മാറ്റും. അത് മാറ്റുന്നത് എന്താണ്? പുതിയ രീതിയിൽ ആഡ് ചെയ്യുന്നതാണ്. അത് അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായ റിഫോർമേഷൻസ് ഓരോ സിലബസിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് അത് കോൺസ്റ്റന്റ് അല്ല, അത് മാറുന്നുണ്ട്. ഡെഫിനറ്റ്ലി മാറണം. മാറും. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് മീഡിയാസ് ഉണ്ട്, ഒരുപാട് മീഡിയാസ് ഉണ്ട്. പണ്ട് നാടകം മാത്രമേ ഉള്ളൂ. ഇപ്പൊ KPSCയുടെ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകം മാത്രമുള്ള സമയം. അന്ന് സിനിമയ്ക്ക് പോലും അത്രയും സജീവതയില്ല. പിന്നെ സിനിമ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും തിയേറ്റർ ആക്ടിങ് എന്നുള്ള നാടക അഭിനയം എന്നുള്ളത് സിനിമയിലേക്ക് മാറി. പിന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ, ഇപ്പൊ എല്ലാവരും ആക്ടേഴ്സ് അല്ലേ. വീടുകളിൽ റീൽസ് ചെയ്യുന്നതാണ് പുതിയ ട്രെൻഡ്. അപ്പൊ എല്ലാവരും ആക്ടേഴ്സ് ആണ്. അപ്പൊ അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവർ ജഡ്ജ് ചെയ്യുന്നില്ല, അവർ കൊടുക്കുകയാണ്. ജനം തീരുമാനിക്കട്ടെ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഇല്ല എന്നുള്ള കാര്യം. അപ്പൊ അവരെന്താ ചിന്തിക്കുന്നത്? ഈ പെർഫോമൻസ് ചിന്തിക്കുന്നത് എന്താ? ഐ എം റൈറ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ട്രെൻഡിലേക്ക് ആക്ടിങ്ങിന്റെ പാറ്റേൺ മാറും. ഈ തിയേറ്ററിലായിട്ടും നിങ്ങൾ ചെയ്യാറുണ്ടായിരുന്നല്ലോ. അപ്പൊ തിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രാമാസ് എന്ന് പറയുന്നത് ഒരു കാലത്ത് പല റെവല്യൂഷൻസ് ഉണ്ടാക്കിയ സംഭവമാണ്. പക്ഷെ അതിന്റെ ഇപ്പോ ഉണ്ടെങ്കിലും ആ പണ്ടത്തെ ഒരു ഇമ്പാക്ട് കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മള് STD ബൂത്ത് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഉണ്ടോ? കാരണം എല്ലാവരുടെ പേഴ്സണൽ ഫോൺസ് ഉണ്ട്. അപ്പൊ STD ബൂത്തിന്റെ റെലവൻസ് കുറഞ്ഞു. അതെന്നും പറഞ്ഞുകൊണ്ട് STD ബൂത്ത് മോശമാണെന്നോ അല്ലെങ്കിൽ STD ബൂത്ത് ഉണ്ട് ആ കാലഘട്ടത്തിന് പറഞ്ഞില്ലേ, ആ കാലഘട്ടത്തിൽ തിയേറ്റർ ആവശ്യമുണ്ടായിരുന്നു. ആ ഒരു റിഫോർമേഷൻ തിയേറ്ററിലൂടെ നടന്നു. ആ തിയേറ്ററിന്റെ കാലം കുറച്ച് ചിലപ്പോൾ ഇതിങ്ങനെ ഡിമിനിഷ് ചെയ്ത് കുറേശ്ശെ കുറഞ്ഞ് വരുന്നുണ്ടാവാം. സ്വാഭാവികമായിട്ടും പുതിയത് അതിന് സ്റ്റൈൽ ഓഫ് പ്രൊഡക്ഷൻസിന്റെ സ്റ്റൈൽ മാറും. അപ്പൊ സ്റ്റൈലുകൾ മാറുമ്പോഴേക്കും വീണ്ടും ഓഡിയൻസ് വന്നു തുടങ്ങും. അപ്പം പഴയ സ്റ്റൈലിലുള്ള പെർഫോമൻസ് നിന്ന് പുതിയ സ്റ്റൈൽ സാങ്കേതികത ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പുതിയ പ്രൊഡക്ഷൻസ് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർ അതിനനുസരിച്ചിട്ട് വരും. പക്ഷെ ഡ്രാമ എന്ന് പറയുന്നത് എന്നും നമുക്കൊരു പ്യുവർ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണല്ലോ. അപ്പൊ ആ ആർട്ട് ഫോം ഒരിക്കലും ഇല്ലാണ്ട് അങ്ങനെ മരിക്കില്ല. എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു റിഫോർമേഷൻ സംഭവിക്കും. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, ഡെഫിനറ്റ്ലി ആവശ്യമാണ്. അത് നമ്മൾ പറഞ്ഞില്ലേ STD ബൂത്ത് പോലെ റിഫോർമേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ നടക്കാതിരിക്കുന്നില്ല. ആ ബേസിക് കോർ അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ ഈസിയസ്റ്റ് വേയിലേക്ക് പോകും.